ജി സുധാകരന്റെയും ഈ കുഞ്ഞികൃഷ്ണന്റെയും ശ്യാമളയ്ക്ക് ഒരു ഗോവിന്ദന്റെയും വിജയം വിളിച്ചറിയിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഇത്തവണ യുഡിഎഫിന് വോട്ടിയിരുന്നു. കാരണം ഇവിടെ ഒരു മാറ്റം, ഒരു ദിശാബോധത്തോടുള്ള ഒരു പ്രവർത്തനം ആവശ്യമാണെന്ന് ജനങ്ങൾ എത്തിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിജയമാണ്. അതോടൊപ്പം ഘടകകക്ഷികൾ നല്ല പങ്കുവച്ചിരിക്കുന്നു. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും എല്ലാം. LDFിലുള്ള കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ പാർട്ടി 12 സീറ്റിൽ മത്സരിച്ചു. 12 ഇല വാടിക്കൊഴിഞ്ഞു. ചിഹ്നമില്ലാതായിപ്പോയി, അംഗീകാരമില്ലാതായിപ്പോയി. പിന്നെ അപ്പുറത്തുണ്ടായിരുന്ന ബി ഗണേഷ് കുമാറിന്റെ പാർട്ടിയില്ലാതായി, ആൻരാജിന്റെ പാർട്ടി. അതുകൊണ്ട് ഇനി കേരളത്തിൽ ഒറ്റ കേരള കോൺഗ്രസ്. അതുകൊണ്ട് ഇവരെല്ലാം കർഷകരെയും ജനങ്ങളെയും സ്നേഹിക്കുന്ന കേരള കോൺഗ്രസുകാരെല്ലാം തിരിച്ചു വരണം, മതസംഘങ്ങളിലേക്ക് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജനനന്മ ലാക്കാക്കി പ്രവർത്തിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജോസ് കെ മാണി ഉൾപ്പെടെ ഉള്ള ആളുകളെയാണോ ക്ഷണിക്കുന്നത്? അല്ല, കേരള കോൺഗ്രസിന്റെ ചിന്താഗതിയുള്ള എല്ലാവരും. അത് ഭിന്നിച്ചുപോയ പല വിഭാഗങ്ങളുണ്ട്. അല്ല, അത് നേതാക്കന്മാർക്ക് പ്രസക്തിയില്ലെന്ന് വന്നല്ലോ. ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കേരള കോൺഗ്രസ് സ്നേഹിക്കുന്ന ജനങ്ങളെല്ലാം ഒന്നിച്ചു. അപ്പൊ നേതാക്കളും അതിനകത്ത് ഉൾപ്പെടില്ലേ? സ്വാഭാവികമായിട്ട് നേതാക്കൾ വന്നോട്ടെ, കുഴപ്പമില്ല. അപ്പൊ യഥാർത്ഥ തറവാട് ഇത് തന്നെയാണ് എന്ന് തെളിയിക്കുക. ജോസ് കെ മാണി വന്നാലും സ്വീകരിക്കും. ഇന്നും ആരോടും പറയേണ്ട കാര്യമില്ല. തെരഞ്ഞെടുത്ത് വന്നാൽ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി. പാർട്ടിയെയും മുന്നണിയെയും വഞ്ചിക്കപ്പുറത്തേക്ക് പോയതിന് തിക്തഫലമാണ് തവണ ഉണ്ടായത്. 12 സീറ്റിൽ തോറ്റു എന്നുള്ളത് ഒരു സാധാരണ വന്നത്. ഇനി അത്തരം ചർച്ചകൾക്ക് തുടക്കമിടേണ്ട ആവശ്യമുണ്ടോ? സ്വമേധയാ വന്നാൽ മതി. ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേക ചർച്ച വേണ്ട. എല്ലാവരെയും പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. അത് നല്ലതാണ്. എങ്ങനെയാ മകൻ അപ്പുവിന്റെ വിജയത്തെ എങ്ങനെയാണ്? വലിയ ഭൂരിപക്ഷമുണ്ട്. അത് ഈ അംഗീകാരം ജനങ്ങൾ നൽകിയ അംഗീകാരം വിനയപൂർവ്വം സ്വീകരിച്ച് ഞാൻ സേവന രംഗത്ത് പ്രവർത്തിക്കും. 6 വർഷം മുമ്പ് താങ്കൾക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനോട് അടുപ്പിച്ച ഒരു ഭൂരിപക്ഷം. അതെ, പിജിയോടുള്ള സ്നേഹം കൂടി അതിനകത്തുണ്ട്. സർക്കാർ ഉപകരണത്തിൽ 8 സീറ്റുകളുടെ ബലവുമായിട്ടാണ് കേരള കോൺഗ്രസ് എത്തുന്നത്. അപ്പൊ എന്തൊക്കെയായിരിക്കും 7 അപ്പൊ എന്തൊക്കെയായിരിക്കും മുന്നണിക്ക് മുൻപിൽ കേരള കോൺഗ്രസ് വെക്കുന്ന ഡിമാൻഡ്? അതൊന്നും ഇങ്ങനെ പറയേണ്ട കാര്യമല്ല. എല്ലാം ഒരു സമവായത്തോടുകൂടി ചെയ്യാൻ കഴിയും. തൊടുപുഴയിൽ മന്ത്രി ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള ഒരു കാര്യവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വലിയ വിട്ടുവീഴ്ചകൾ നടത്തുകയും ചെയ്ത സീറ്റ് വിഭജന ചർച്ചകളടക്കം. അപ്പോൾ അതിന് അർഹമായ അംഗീകാരം എന്ന നിലയിൽ ഒരു മന്ത്രിസ്ഥാനങ്ങൾ വേണ്ട. അതുകൊണ്ടാണ് 8-7 ജയിച്ചത്. അതിന്റെ 2011 UDF സർക്കാരിന്റെ കാലത്ത് 2 മന്ത്രിമാരും ഒരു ചീഫ് വിപ്പുമാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി തവണ അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് രമ്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയും. മുഖ്യമന്ത്രി ചർച്ചയിൽ കേരള കോൺഗ്രസിന്റെ നിലപാടുണ്ടോ? അത് ചർച്ച ചെയ്യുമോ? എന്താ നമ്മൾ ചോദിച്ചാൽ ഒരു ആര് നേതാവാണ് നയിക്കണമെന്നാണ്. കാരണം പല ഘടകകക്ഷികളും ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ അഭിപ്രായം ചോദിച്ചാൽ
ലീഗ് ഉൾപ്പെടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്, പരസ്യമായിട്ടാണെങ്കിലും മാധ്യമങ്ങളിൽ. എങ്കിലും ഒരാൾ കൂടെ പറഞ്ഞു ഹൈക്കമാൻഡ് ആ തീരുമാനിക്കുന്നത്. അതെ, വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നപ്പോഴും പ്രതിപക്ഷ നേതാവ് 100+ എന്നുള്ളൊരു നിലപാടായിരുന്നു. ആ ഒരു സീറ്റുകളിലേക്ക് എത്താൻ കഴിഞ്ഞു. അപ്പോ ഈ സതീശന് നിർണായകമായ പങ്കില്ലേ ഈ വിജയത്തിൽ? തീർച്ചയായിട്ടും ആര് ഒരു കൂട്ടായ പ്രവർത്തനം ദൃശ്യമായിരുന്നു. ആര് നയിക്കണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ഒരു. അതെ, ആ വിഷയം പൂർണ്ണമായും ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നുണ്ടല്ലോ. അത്തരം വിഷയങ്ങളിലേക്കൊന്നും ഞാൻ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നു. ലീഗ് ആദ്യഘട്ടത്തിൽ തന്നെ വി.ഡി. സതീശൻ എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അതിന് ആ കൂടെ തന്നെ പറഞ്ഞത് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ല, അതുപോലെ കേരള കോൺഗ്രസിന്റെ ഒപ്പീനിയൻ ഉണ്ടോ എന്നാണ്, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ഒപ്പീനിയൻ. അത് പൂർണ്ണമായിട്ടും ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ. ജോസഫ് കണ്ടിട്ടുണ്ടാവും, തൊടുപുഴയിലടക്കം വലിയ ഫ്ലക്സ് ബോർഡുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ജനവികാരം വി.ഡി. സതീശന് അനുകൂലമായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊന്ന് എംപിമാർ മത്സരിക്കേണ്ടെന്ന് പറയുന്നു. പിന്നീട് കെ.സി. വേണുഗോപാലിന്റെ പേര് ഉയർന്നു കേൾക്കുന്നതിനടക്കം ഒരു വിമർശനം എല്ലാ ഭാഗത്തുനിന്നും ഉയരുന്നു. അത് ആ വിഷയങ്ങളിലേക്ക് ഒന്നും കടന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അന്ന് നേരത്തെ ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയുടെ ആ സമയത്ത് പേര് മുഖ്യമന്ത്രി പദവിയിലേക്ക് പേര് പരിഗണിക്കപ്പെട്ട ഒരാളായിരുന്നില്ല രമേശ് ചെന്നിത്തല. അപ്പോൾ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ പേര്, അന്ന് അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി, ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വീണ്ടും സജീവമായിരിക്കുന്നു. ഇത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആഭ്യന്തര വിഷയമാണ്. ഈ വിജയികളൊക്കെ കാണുന്നുണ്ടോ? എങ്ങനെ അവരൊക്കെ വിളിച്ചിട്ടുണ്ടോ? വിജയികളെ പാർട്ടിയിലെ വിജയിച്ച നല്ല ആൾക്കാർ സ്വാഭാവികമായിട്ട് വരുമല്ലോ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.